അപ്പം നമ്മൾ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ 3-ാം ദിനം ശ്രീനാരായണ AUP സ്കൂളിലെ അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് നമ്മുടെ ഭക്ഷണങ്ങൾ എങ്ങനെയുണ്ട്. കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഭക്ഷണം? സൂപ്പറാണ്. ഏതായിട്ട് പരിപാടി ചെയ്ത കൂടിയ സംഘഗാനമാണ്. കഴിഞ്ഞോ സംഘഗാനോ? കഴിഞ്ഞ റിസൾട്ട് വന്നോ? ഇല്ല, റിസൾട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ? എല്ലാവരും കഴിച്ചു. പരിപാടിയൊക്കെ കഴിച്ചോ? എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? നല്ല ഭക്ഷണം. അപ്പോൾ അടിപൊളി ഭക്ഷണമെന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ അല്ലെ മക്കൾക്കൊക്കെ ഭക്ഷണം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മക്കളുടെ നല്ല ഭക്ഷണം അല്ലേ? എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഭക്ഷണം. അപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. നല്ല ഭക്ഷണമാണ്, അടിപൊളിയാണ്. ശ്രീനാരായണ AUP സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് നമ്മുടെ കൂടെയുള്ളത്, HM ആണ് നമ്മുടെ കൂടെയുള്ളത്. ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു കലോത്സവം നമ്മുടെ സ്കൂളിൽ വരുന്നത്. എങ്ങനെയാണ് സ്കൂളിൽ ഏറ്റെടുത്തത്? നല്ല എല്ലാവരും ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ബന്ധപ്പെട്ട്? നമ്മുടെ ഇരിക്കൂർ ഉപജില്ലയുടെ ഏറ്റവും വലിയ കലോത്സവ മാമാങ്കം GHSS പടിയൂർ നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ സ്കൂൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് 3-ാം ദിവസവും വളരെ വിജയകരമായിട്ട് കലോത്സവ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ കൂപ്പണില്ലാതെയാണ് ഫുഡ് കൊടുക്കുന്നത്. 3-ാമത്തെ ദിവസവും പായസം അടക്കമുള്ള സദ്യയാണ് നൽകുന്നത്. കുട്ടികളെല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടെ എല്ലാ പരിപാടിയിലും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. എത്തിച്ചേർന്നവർക്കൊക്കെ പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നല്ലവരായ നാട്ടുകാരും സംഘാടക സമിതി എല്ലാവരോടുമുള്ള നന്ദിയും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുകയാണ്. ടീച്ചറുടെ മക്കളുണ്ടോ പരിപാടി? ഇല്ല. ടീച്ചറുടെ ഇവിടുത്തെ ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാവരും A ഗ്രേഡിൽ ടോപ്പിലാണുള്ളത്. എല്ലാവരും ഇതുവരെ ഉള്ള എല്ലാ ഐറ്റത്തിലും ഇങ്ങനെ ടോപ്പ് ലെവൽ കീപ്പ് ചെയ്യുന്നു. ടീച്ചർ പേര് സിന്ധു. അപ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ സിന്ധു ടീച്ചറായിരുന്നു ആണല്ലേ? ഇത് ടീച്ചറുടെ മക്കളെ പോലും ഇത് നമുക്ക് ടീച്ചറുടെ മക്കളെയും കൂടി എടുക്കാം. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ പങ്കെടുത്തോ? നല്ല അടിപൊളിയാക്കി. ഭക്ഷണം കഴിച്ചോ എല്ലാവരും? കഴിച്ചു. അപ്പോൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണിത്. ഇവരെല്ലാവരും നല്ല ഹാപ്പിയാണ്. വിവിധ പരിപാടികൾ പങ്കെടുത്ത് A ഗ്രേഡോട് കൂടി ഇരിക്കുന്ന പിള്ളേരാണ്. ഓക്കെ അല്ലേ? ഉഷാറാക്കല്ലേ? ഒരു ഹായ് പറഞ്ഞു എല്ലാവരും. അപ്പോൾ ഓക്കെ, ഉഷാറാക്കണം. അടുത്ത പരിപാടികളൊക്കെ അടിപൊളിയാക്കണം. അങ്ങോട്ടേക്ക് ജസ്റ്റ് നമ്മുടെ കൂട്ടുകാരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് യൂണിഫോം ഇട്ട് കുറച്ച് പിള്ളേരെ കാണുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ? എന്താ പരിപാടി? എന്താ കഴിഞ്ഞോ സംഘഗാനോ? അറബിയാണ്. അപ്പൊ അറബിയിലെ കുട്ടികളാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. അപ്പൊ ഭക്ഷണം എല്ലാം കഴിച്ചോ? എന്നുണ്ട് ഭക്ഷണമൊക്കെ? പാട്ട് കഴിച്ചോ? ഒരെണ്ണം കൂടി ഉണ്ട്. ഇപ്പൊ കഴിച്ചതേതോ? നമുക്കൊരു സംഘഗാനം പാടി നോക്കിയാലോ? ജസ്റ്റ് നമുക്ക് വേണ്ടി ഒരു സംഘഗാനം പാടിത്തരുമോ? വാ, 2 പേര് വാ. അപ്പോൾ നമുക്ക് അറബി സ്കൂളിലെ മിടുക്കികളായ കുറച്ച് കൂട്ടുകാരികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് ഉഷാറായിട്ട് ഇരിക്കുകയാണ് ഇവർ. അപ്പോൾ ഇവർ പാടുന്നതിൻ്റെ 2 വരി പാട്ട് സംഘഗാനത്തിൻ്റെ 2 വരി നമുക്ക് പഠിത്തരും. ഓക്കെ, തുടങ്ങല്ലേ? രാഷ്ട്രഭക്തി നിബോധകം ശ്രാവയൻ ജാഗരയ ലോകം നിശ്ചലം ജഡതാവൃതം പ്രബുദ്ധാത്മൻ ഗായഗീതം രാഷ്ട്രഭക്തി നിബോധകം ശ്രാവയൻ ജാഗരയ ലോകം നിശ്ചലം ജഡതാവൃതം. അപ്പോൾ എല്ലാവിധ ആശംസകളും അടിപൊളിയാക്കണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കൂട്ടുകാർ സംഘഗാനത്തിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കലവറ ഭക്ഷണം കഴിക്കുന്നു. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി അവരുടെയൊക്കെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പം നമ്മൾ ഫുഡ് കമ്മിറ്റി ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പം നമുക്ക് എല്ലാ കൂട്ടുകാർക്കും ഭക്ഷണ കൂപ്പൺ ഇല്ലാതെയാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം. പിന്നെ നമ്മുടെ ഫുഡ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ മക്കൾക്കെല്ലാം ഭക്ഷണം എല്ലാം കൊടുത്ത് കുറച്ച് സമയം നമ്മളും കൂടി ഭക്ഷണം കഴിക്കാം അല്ലേ? എന്താണ് ഇവിടുത്തെ ടീച്ചേഴ്സാണോ അതോ ടീച്ചേഴ്സ്? ഇവിടുത്തെ ടീച്ചേഴ്സാണ്, എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം? നന്നായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് ഇന്ന്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുന്ന അധ്യാപകരാണെങ്കിൽ പോലും വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നല്ല അഭിപ്രായമാണ്. പായസത്തെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത്. മികച്ച പായസമാണ് ഭക്ഷണമായത്. അപ്പോൾ നമ്മുടെ ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വിനോദേട്ടൻ നമ്മുടെ കൂടെയാണ്. അപ്പോൾ വിനോദേട്ടനോട് പറയാം, നമ്മൾ ഭക്ഷണമായിട്ട് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞത്. രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും വരുന്ന ഓരോരുത്തരാണെങ്കിൽ പോലും എടുത്ത എല്ലാവർക്കും തന്നെ തൃപ്തികരമായി. ഇപ്പോൾ ഇവിടെ ശ്രീനാരായണ AUP സ്കൂളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പടിയൂരിലും ഭക്ഷണം നല്ല വൃത്തിയിലും ഭംഗിയിലും എല്ലാവർക്കും ആവശ്യത്തിന്
ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാം വളരെ സജീവമായിട്ട് പിന്നെ ഈ സ്കൂളിലെ അധ്യാപകർ, ഈ സ്കൂളിലെ അതുപോലെ തന്നെ പാചക തൊഴിലാളികൾ, പാചകത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾ, പിന്നെ മദർ പി ടി അംഗങ്ങൾ, PTA പ്രവർത്തകർ, പിന്നെ അതുപോലെ തന്നെ ഹരിതകർമ്മസേന അംഗങ്ങൾ, പൊതുജനങ്ങൾ, നാട്ടുകാർ എല്ലാവരുടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കലോത്സവം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. അതുപോലെ ഒരു തിരക്കുകളും ഒരു കൂട്ടം കൂടി നിൽക്കുന്ന ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് നമ്മുടെ സംഘാടകരുടെ ഒരു മികവ് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു സ്ഥാനമാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഭക്ഷണം ഇവിടെ എത്തിക്കുന്നത്. അവിടെയാണ് അടുക്കളയുള്ളത്, ഇവിടെ അടുക്കളയില്ല. പക്ഷേ ആ ഭക്ഷണം കൃത്യമായി വാഹനത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട വളണ്ടിയർമാർ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. കൃത്യം 12 മണിക്ക് ഇന്നെന്നല്ല 3 ദിവസം 12 മണിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരക്കില്ലാതെ ഒഴിഞ്ഞ കൗണ്ടറുകൾ 2 കൗണ്ടറിലാണ് ഭക്ഷണം കൊടുക്കുന്നതിന്. അതുപോലെ അതിനു വേണ്ടി വളരെ ജാഗ്രതയോടുകൂടി, ഉത്തരവാദിത്തത്തോടുകൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകർ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അധ്യാപകരടക്കം, മറ്റ് പാചക മേഖലയിൽ പ്രവർത്തിക്കുന്നവരടക്കം, ഹരിത കർമ്മസേന അംഗങ്ങൾ, പൊതുജനങ്ങൾ, മദർ PTA അടക്കം എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം. ഇവിടെ കൂപ്പൺ വേണ്ടെന്നോ? ഇവിടെ കൂപ്പണില്ലാതെ വരുന്നവർക്കൊക്കെ ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കലോത്സവം, കാണാത്ത ഒരു കലോത്സവ വേദി കാണാത്തതാണ്. കാരണം കൂപ്പണില്ലാതെ വരുന്ന എല്ലാവർക്കും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമുക്കൊരു എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് 3 ദിവസത്തെ നമ്മുടെ ഈ? കുഴപ്പമില്ല, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഭക്ഷണ കമ്മിറ്റി എല്ലാവരും നല്ലോണം സഹകരണമുണ്ട്, എല്ലാവരും നല്ല സഹകരണമുണ്ട്. സന്തോഷമായി പോകുന്നല്ല നന്നായിട്ട്. അപ്പോൾ ഫുഡ് കമ്മിറ്റി ഒരു രക്ഷയില്ല, അടിപൊളിയാണ് ഫുഡ് കമ്മിറ്റി 3 ദിവസമായി പോകുന്നത്. അപ്പോൾ മറ്റ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ട് 3 ദിവസം ഫുഡ് ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞത്. രക്ഷിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ഒരുക്കങ്ങളാണ് അവർക്ക് ആക്കി കൊടുത്തിട്ടുള്ളത്. ഒരു തിരക്കുകളോ ഒരു മടുപ്പോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇത് നിങ്ങളുടെ കൂട്ടായ്മയെ നോക്കിക്കാണുന്നത്? വളരെ നല്ല കൂട്ടായ്മയാണ്. PTA-യും മദർ PTA-യും ഹരിതസേന എല്ലാവരും, അവർ മാത്രമല്ല ഇവരൊക്കെ സഹായിക്കാമെന്ന എല്ലാ ആൾക്കാരും ഉണ്ട്. നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. കലോത്സവവുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കന്നെ, നല്ല നമ്മൾ ഇവിടെ വെച്ചോണ്ട് നല്ല എല്ലാവർക്കും സന്തോഷമാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ PTA പ്രസിഡൻ്റ് ഉണ്ട്, നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ PTA പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് രണ്ടുമൊക്കെ സംസാരിക്കാം. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മളിപ്പോൾ 3ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നല്ല രീതി, അപ്പോൾ ഫുഡ് എടുത്തു പറയേണ്ടതാണ്. എല്ലാവർക്കും നല്ല സന്തോഷമാണ് ഇവിടുത്തെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. അതുമാത്രമല്ല തിരക്കുകളില്ല, തിരക്കോ ഇല്ല. അതുപോലെ കൃത്യസമയത്ത് നമുക്ക് മുൻകാലങ്ങളിലെല്ലാം നമുക്ക് ഭക്ഷണത്തിന് എപ്പോഴും കാണുന്നതാണ് തിരക്കുകളും കൂട്ടം. അത് പാത്രം കഴുകാനാണെങ്കിലും ഫുഡ് വാങ്ങാൻ, പക്ഷേ ഒരു തിരക്കുകളും ഇല്ല, എല്ലാം സുഗമമായിട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ ഈ ഫുഡ് കമ്മിറ്റീൻ്റെ ആണെങ്കിലും വിവിധ സംഘാടകത്തിലൊരു മികവ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നമ്മുടെ പടിയൂരെ കലോത്സവം നമ്മൾ 2018 തോന്നുന്നു നമ്മുടെ സബ് ജില്ലാ കലോത്സവം നമ്മുടെ പടിയൂർ വന്നിട്ടുള്ളത്. ഈ വർഷം നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമായിട്ട് നടത്താൻ വേണ്ടി എല്ലാവരും യാതൊരു കുറ്റമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് ഇന്ന് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നല്ല കൂട്ടായ്മ, ശരിക്കും കൂട്ടായ്മയുടെ വിജയം തന്നെയാണ്. ഫുഡാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, നമ്മുടെ ഹൈസ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വളണ്ടിയേഴ്സ് ഇവിടെ ഫുഡ് എത്തിക്കും. നമ്മൾ ഇവിടുത്തെ PTA കമ്മിറ്റി അംഗങ്ങളും മറ്റെല്ലാ ഭാരവാഹികളും യൂണിയൻ്റെ ആൾക്കാരും എല്ലാവരും നല്ല സഹകരണമാണ്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് നാളെ കൊണ്ട് നല്ല രീതിയിലുള്ള കലോത്സവം നല്ല രീതിയിൽ വിജയിപ്പിക്കേണ്ട ഇത് നടക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നല്ല അഭിപ്രായമാണ് എല്ലാവരും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല അഭിപ്രായമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്കൊരു യൂണിഫോം. ഹലോ, ഏത് സ്കൂളാണ്? സെൻറ് തോമസിലെ കുട്ടികളാണ്. അപ്പോൾ നല്ല ഒരുമിച്ചുള്ളത് 2 പേരും കൂടി ഒന്ന് വേമ്പരം നല്ല ഒരേപോലത്തെ യൂണിഫോം ഉണ്ട്. സംസ്കൃത സംഘഗാനത്തിനുള്ള ഒരു പ്രാക്ടീസ് കഴിഞ്ഞോ? ഇനി പാടി റിസൾട്ട് വന്നോ? എങ്ങനെയുണ്ട് മാർക്ക്? അപ്പോൾ A ഗ്രേഡ് നേടിയ കൂട്ടുകാർ അടുത്ത പാട്ട് ഏതാ? വന്ദേ മാതരത്തിനുണ്ട്, സംസ്കൃത നടൻ കഴിഞ്ഞല്ലേ? സംസ്കൃതം കഴിഞ്ഞു. അപ്പോൾ വന്ദേ മാതരത്തിൽ അടിപൊളിയായിട്ട് പാടി ഫസ്റ്റ് അടിക്കൂലേ? ഫസ്റ്റ് അടിക്കണം. മണിക്കടവിലെ കൂട്ടുകാരാണ്, ടീച്ചേഴ്സ് അല്ലേ? ഏത് സ്കൂളാണ്? അപ്പോൾ അറബി സ്കൂളിലെ ടീച്ചേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ മക്കളുടെ പരിപാടിയൊക്കെ കഴിയാനുണ്ട്. എങ്ങനെയുണ്ട് നിലവിലെ പ്രോഗ്രാംസിൻ്റെ? ഞങ്ങളുടെ സ്കൂളിൻ്റെ പങ്കെടുത്ത എല്ലാ ഐറ്റത്തിനും A ഗ്രേഡ് ഉണ്ട്. പങ്കെടുത്ത എല്ലാ ഐറ്റത്തിനും A ഗ്രേഡ് നേടിക്കൊണ്ട് നമ്മുടെ അറബി സ്കൂൾ അല്ലേ? അറബി സ്കൂൾ മുന്നേറുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു എല്ലാവരും? എങ്ങനെയുണ്ട് ഭക്ഷണത്തെക്കുറിച്ച്? അടിപൊളി.
അടിപൊളിയാണ്. പായസം സൂപ്പർ. അപ്പൊ എല്ലാരും പറയുന്ന ഒരു സാധനം പായസം അടിപൊളിയാണെന്നാണ്. എന്താ പേര്? നയന. ഏത് സ്കൂള്? അറബി സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ്. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ് നമ്മുടെ പിന്നെ പിള്ളേർ അടിപൊളിയല്ലേ. അടിപൊളി. എത്ര ഐറ്റംസ് ഒക്കെ ഇനിയുണ്ടോ മത്സരം? ഇനി ഒരു കുട്ടിയുടെ കുറെ ഇന്ന് തന്നെ ഒരു കുട്ടിക്ക് 6 ഐറ്റം ഉണ്ടായിരുന്നു. ഇനി അത് കഴിയാനുണ്ട്. എ ഗ്രേഡ് തന്നെ. അപ്പൊ എല്ലാ കൂട്ടുകാരും എ ഗ്രേഡ്. ഇപ്പൊ സംസ്കൃത നാടകത്തിന് എന്താ കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക്. ബെസ്റ്റ് ആക്ടർ. അതെ, സംസ്കൃത നാടകത്തിന് ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൻ. അപ്പോൾ നല്ല ഒരു കയ്യടി കൊടുത്തതാ, എല്ലാവരും ഒരു കയ്യടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാടകത്തിനും ഏതാ വേറെ ശാസ്ത്രീയ സംഗീതം നമുക്ക് വേണ്ടി 2 വരി പാടിത്തരൂലേ? അപ്പോൾ ഒരു ശാസ്ത്രീയ സംഗീതം നമുക്ക് വേണ്ടി 2 വരി പാടിത്തരും. സിദ്ധി വിനായകം അനിശം സിദ്ധി വിനായകം അനിശം ചിന്തയാമ്യം സിദ്ധി വിനായകം അനിശം ചിന്തയാ. അപ്പോൾ എല്ലാവിധ ആശംസകളും ടീച്ചേഴ്സിന്. നല്ല വിജയം വരെ കപ്പടിച്ചിട്ട് തന്നെ പോകണം നാളത്തേക്ക്. 180 കുട്ടികൾ മാത്രമുള്ള ചെറിയൊരു സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. 180. ഞങ്ങൾ പരിപാടിക്ക് എല്ലാ ഐറ്റത്തിലും പിള്ളേരെ പങ്കെടുപ്പിക്കുന്നുണ്ട്. പിന്നെ സംസ്കൃതം പ്രശ്നോത്തരയിൽ ഞങ്ങളുടെ കൊച്ചിന് ഫസ്റ്റ് എ ഗ്രേഡ്. അപ്പോൾ ടോമിന് ഫസ്റ്റ് എ ഗ്രേഡ് അല്ലേ? പിന്നെ കഥാരചന ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ അറബി സ്കൂൾ എന്ന് പറയുമ്പോൾ അല്ലെ പ്രഗത്ഭര 180 കുട്ടുകാരേ ഉള്ളൂ അല്ലെ, വിദ്യാർത്ഥികളാണ് ആകെയുള്ളത്. പക്ഷെ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട്, അതുപോലെ എ ഗ്രേഡുകളും ഉണ്ട്. ഏറ്റവും മികച്ച അപ്പോൾ അധ്യാപകർ തന്നെയായിരിക്കുമല്ലോ ഏറ്റവും നിങ്ങളെക്കുറിച്ച് നിങ്ങളായിരിക്കാം ഫുള്ള് കൂട്ടുകാർ ഈ സജ്ജീകരണമൊക്കെ നടത്തിയ ഇത്തരത്തിയ. അപ്പോൾ നമുക്ക് അധ്യാപകർക്കുള്ള എത്ര പറഞ്ഞാലും അധ്യാപകർക്കുള്ള ഒരു ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കണം. അപ്പോൾ ഉഷാറായിട്ട് വരിക, ഇനി കപ്പടിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ. അപ്പോൾ വിവിധ പരിപാടികൾ നമ്മുടെ ഇവിടെ ഈ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നല്ല ഫുഡ് പായസവുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും കൊണ്ട്. അപ്പോൾ കുറച്ച് കൂട്ടുകാരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പരിപാടിക്ക് വന്നതാണോ അതോ പരിപാടിക്ക് വന്നതാ? ഏതാ പരിപാടി? സംസ്കൃത നാടകം. കഴിഞ്ഞ നാടകം നമ്മുടെ അറബി സ്കൂളിൽ. അപ്പോൾ ഇത് നമ്മുടെ അറബി സ്കൂളിൽ മികച്ച നടനെല്ലാം ആയിട്ടുള്ള അറബി സ്കൂളിലെ കൂട്ടുകാരാണ്. മികച്ച നടനല്ലേ? അപ്പോൾ മികച്ച നടൻ എന്നിട്ട് പേര് മറന്നുപോയി. ആൾഡ്രിൻ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ കൂട്ടുകാരാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി പരിപാടി ഉണ്ടോ ഇന്ന്? ഏതാ? ഇന്നില്ല, നാളെ ഏതാ പരിപാടി? മലയാള സംഘമാണ്. അപ്പോൾ മലയാള സംഘമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. അടിച്ചു പൊളിക്കുക. കപ്പും വാങ്ങിയിട്ടേ പോകാവൂ കേട്ടോ. 3 കപ്പുകളാണ് പറഞ്ഞിട്ടുള്ള 3 കപ്പും വാങ്ങിയിട്ടേ പോകാവൂ. നല്ല യൂണിഫോം. ഏതാ പരിപാടി കഴിഞ്ഞ്? ഏതാ സംഘഗാനം? ഏത് സ്കൂളും? പരിപാടി ഉണ്ട്. ഏതൊക്കെ ഐറ്റംസ്? അപ്പോൾ ഇനി വന്ദേ മാതരം ഒക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അടിപൊളിയാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വേദി 9-ലാണ്. പിതോറ എന്നാണ്. അറബി പദ്യം ചൊല്ലലാണ്. അപ്പോൾ അറബി പദ്യം ചൊല്ലലിന് ഒരുങ്ങിയിരിക്കുന്ന കൂട്ടുകാരാണ് ഇവിടെ ഉള്ളത് അല്ലേ? എല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്തു. ഓക്കെ. ഏത് സ്കൂളിൽ നിന്ന് വരുന്ന എല്ലാവരും? അപ്പോൾ എല്ലാ കൂട്ടുകാരും അടുത്ത ചാൻസ് നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. ഏത് സ്കൂളാണ്? ഫാത്തിമ യു പി സ്കൂളിലെ കൂട്ടുകാരാണ്. ഏത് പരിപാടി? കഴിഞ്ഞോ? കഴിഞ്ഞു. വന്ദേ മാതരം റിസൾട്ട് വന്നോ? എ ഗ്രേഡ്. ലളിതഗാനത്തിന്റെ സെക്കൻഡ് എ ഗ്രേഡ് കിട്ടിയ ഒരു കൂട്ടുകാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? അന്ന. നമുക്ക് 2 വരി നമുക്ക് വേണ്ടി പാടിത്തരൂലേ ലളിതഗാനം? ഓക്കെ, നമുക്ക് ലളിതഗാനം 2 വരി പാടാം. നവനീത ചന്ദ്രികയുണർന്നു നവരാത്രി പുഷ്പങ്ങൾ വിടർന്നു നഭസിലെ ശ്രീനാലു കെട്ടിൻ്റെ മുറ്റത്ത് നാലമ്പല തിരികൾ തെളിഞ്ഞു നവനീത ചന്ദ്രികയുണർന്നു. അടിപൊളിയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പുതിയ വേദികൾ പങ്കെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇനി ഏതാ അടുത്ത ഐറ്റം? വന്ദേ മാതരമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഫസ്റ്റ് അടിച്ച് കപ്പടിച്ചിട്ട് വരണം. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വിവിധ കൂട്ടുകാർ ഭക്ഷണമെല്ലാം കഴിച്ച് ഇവിടെ പരിപാടികൾക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.